നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യുദ്ധങ്ങൾ ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിന് അടയാളം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 6, 7, 11 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ, അത് സംഭവിക്കേണ്ടത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വീണ്ടും വരവിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടയാളമായി പറഞ്ഞത് യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമാണ്. അത് അധർമ്മത്തോട് ബന്ധപ്പെട്ടതാണ്. യുദ്ധങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭം മുതലുണ്ട് എന്നുള്ളത് ശരിയാണ്. പണ്ടുകാലത്ത് ആളുകൾ അമ്പും വില്ലും കല്ലും കൊഴിയും ഒക്കെ ഉപയോഗിച്ച് പരസ്പരം പോരടിച്ചിട്ടുണ്ട്. ഗോത്രങ്ങൾ തമ്മിൽ, ജാതികൾ തമ്മിൽ, നിറത്തിൻ്റെ പേരിൽ, പിന്നെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ഒക്കെ പകകളും പിണക്കങ്ങളും കലഹങ്ങളും ഉപദ്രവങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്ന് മനുഷ്യന് വിദ്യാഭ്യാസവും വിവരവും ഇല്ലായിരുന്നു, മതബോധനം കുറവായിരുന്നു, രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലായിരുന്നു, അതുപോലെ സംസ്കാരമില്ലായിരുന്നു. എന്നാൽ മനുഷ്യന് വിദ്യാഭ്യാസവും മതബോധനവും രാഷ്ട്രീയ പ്രബുദ്ധതയും സംസ്കാരവുമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ യുദ്ധങ്ങൾ കുറയേണ്ടതല്ലേ? എന്തുമാത്രം വിദ്യാലയങ്ങളും കലാലയങ്ങളുമാണ് ഇന്നുള്ളത്, എന്തുമാത്രം രാഷ്ട്രീയ കക്ഷികളാണുള്ളത്, എന്തുമാത്രം മതങ്ങളാണുള്ളത്, അല്ലെങ്കിൽ മതപുരോഹിതന്മാരും സാംസ്കാരിക നായകന്മാരുമാണുള്ളത്. അതുകൊണ്ട് പണ്ടത്തെ അപേക്ഷിച്ച് യുദ്ധങ്ങൾ കുറയുകയല്ലേ വേണ്ടത്, കലഹങ്ങൾ കുറയുകയല്ലേ വേണ്ടത്. പക്ഷേ യേശു തിരിച്ചാണ് പറഞ്ഞത്, അന്ത്യകാലത്ത് യുദ്ധങ്ങൾ വർദ്ധിക്കും. നമുക്കറിയാം, 1-ാം ലോകമഹായുദ്ധം അനേക കോടി മനുഷ്യരെ ഈ ലോകത്തു നിന്ന് അത് മാറ്റി. ഈ ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ അതിനെ തകർത്തു. മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം അത് തകർത്തു. ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചില സംഘടനകൾ ഇവിടെ ഉണ്ടായി. ലീഗ് ഓഫ് നേഷൻസും ഐക്യരാഷ്ട്ര സഭയും ഒക്കെ ഉണ്ടായി. സമാധാന സന്ധികൾ, സംഭാഷണങ്ങളൊക്കെ നടന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ 2-ാം ലോകമഹായുദ്ധം ആറ്റം ബോംബ് കൊണ്ടുള്ളതായിരുന്നു. അതിൻ്റെ കെടുതി എത്രയോ കൂടിയായിരുന്നു. അത് ആ വർഷങ്ങൾ കൊണ്ട് തീർന്നില്ല. ഈ ആറ്റം ബോംബിൻ്റെ സൈഡ് എഫക്റ്റ് അടുത്ത തലമുറകൾക്കുണ്ടായി. കാരണം പിന്നീടുണ്ടായ കുട്ടികൾ വികലാംഗരായും അതുപോലെ ബുദ്ധിമാന്യമുള്ളവരായും രോഗികളായും തീരാനിടയായി. പക്ഷേ ലോകം അതുകൊണ്ട് പഠിച്ചില്ല. കുറേ രാജ്യങ്ങൾ പിന്നെയും ന്യൂക്ലിയർ ആയുധങ്ങൾ സംഭരിക്കാൻ തയ്യാറായി. അത് മൃഗങ്ങളെ കൊല്ലാൻ അല്ലെങ്കിൽ കൊതുകിനെ കൊല്ലാനല്ല, മനുഷ്യരെ കൊല്ലാൻ. ഇന്ന് ലോകത്തിലെ രാജ്യങ്ങളുടെ വരുമാനത്തിൽ ഏതാണ്ട് 3/4 പങ്കും യുദ്ധായുധങ്ങൾക്ക് വേണ്ടിയാണ്. അത് സുരക്ഷിതത്വത്തിനാണ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ മതനേതാക്കളില്ലേ, രാഷ്ട്രീയ നേതാക്കളില്ലേ, സാംസ്കാരിക നായകന്മാരില്ലേ? തമ്മിൽ പറഞ്ഞ് സമാധാനം പുലർത്താൻ സാധിക്കയില്ലേ? സാധിക്കത്തില്ല. ഈ ലോകത്തെ മനുഷ്യർ നിർമ്മിച്ചാൽ നന്നാക്കാൻ സാധിക്കുകയില്ല. സമാധാനമുള്ള ഒരു ക്ഷേമരാഷ്ട്രം അല്ലെങ്കിൽ ഒരു സമാധാനമുള്ള ലോകം, യുദ്ധമില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുക്കാൻ മനുഷ്യന് സാധിക്കത്തില്ല. കാരണം മനുഷ്യൻ പാപിയാണ്. ഈ യാഥാർത്ഥ്യം ആളുകൾ സമ്മതിക്കണം. വെളുത്തവരായാലും അല്ലെങ്കിൽ വലിയ ദേവാലയങ്ങളുള്ളവരായാലും അല്ലെങ്കിൽ വലിയ സമ്പത്തുള്ളവരായാലും ഭയങ്കര
രാഷ്ട്രീയ ശക്തിയായാലും ചില പറയുന്നത് ഏകാധിപത്യം വളരെ മെച്ചമാണ്, ജനാധിപത്യം അതിനേക്കാൾ മെച്ചമാണ്, ക്യാപിറ്റലിസം വളരെ മെച്ചമാണെന്നാണ്, സോഷ്യലിസം അത് വളരെ മെച്ചമാണ്, കമ്മ്യൂണിസം അത് വളരെ മെച്ചമാണ് എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം, യേശു പറഞ്ഞു രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും. ഒരേ ജാതി അതേ ജാതിയോട് എതിർക്കുകയാണ്. ഇപ്പം ഇറാഖും കുവൈറ്റുമൊക്കെ ഒരേ ജാതി രാജ്യങ്ങളാണ്. റഷ്യയും ഉക്രൈനുമൊക്കെ ഒരേ ജാതി ആളുകളാണ്. അവർ തമ്മിലാണ് യുദ്ധമുള്ളത്. പ്രിയപ്പെട്ടവർ, ഈ രണ്ട് ലോകമഹായുദ്ധങ്ങൾ കാണുകയും പഠിക്കുകയും അതിൻ്റെ കെടുതികൾ മനസ്സിലാക്കുകയും അതിൻ്റെ നഷ്ടങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന ആളുകളാണ് പിന്നെയും രാസായുധങ്ങളും അതുപോലെ അണുവായുധങ്ങളും മിസൈലുകളും എല്ലാം വാരിക്കൂട്ടുന്നത്. അതെല്ലാം യുദ്ധത്തിനായിട്ടാണ്. അതെല്ലാം മനുഷ്യരാശിക്ക് ദോഷമേ ചെയ്യും. എന്തുകൊണ്ട് പരസ്പരം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു സമാധാനത്തിലേക്ക് വരാൻ കഴിയത്തില്ല, സാധിക്കത്തില്ല. കാരണം പാപിയായ മനുഷ്യരെ രക്ഷിക്കുവാൻ, ഈ മനുഷ്യൻ പാപിയാകുന്നത് അവൻ്റെ ജന്മനിമിത്തമാണ്. അതായത് മാതാപിതാക്കളുടെ ശിക്ഷണക്കുറവോ മതഗുരുക്കന്മാരുടെ അഭ്യസന കുറവോ ഒന്നും കൊണ്ടല്ല മനുഷ്യൻ പാപം ചെയ്യുന്നത്. വിദ്യാഭ്യാസ കുറവുകൊണ്ടല്ല, മതബോധന കുറവുകൊണ്ടല്ല, സമ്പത്തില്ലാത്തത് കൊണ്ടല്ല. സമ്പത്തുള്ളവരും വലിയ കവർച്ച ചെയ്യുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസമുള്ളവരും അത് ചെയ്യുന്നുണ്ട്, ഏത് മതക്കാരും മതപുരോഹിതന്മാരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും കുറവുകൊണ്ടല്ല മനുഷ്യൻ പാപം ചെയ്യുന്നത്. ജന്മനാ പാപിയാണ്. ആദാമിൽ നിന്നാണ് ആ പാപം കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ആണ് മനുഷ്യന് യുദ്ധക്കൊതിയുള്ളത്, രക്തക്കൊതിയുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യൻ അധർമ്മിയായി തീരുന്നത്. അങ്ങനെയുള്ള മനുഷ്യനെ രക്ഷിക്കുവാൻ ജന്മം മാറണം. ജന്മം മാറ്റാൻ സൃഷ്ടാവിന് കഴിയൂ. അതുകൊണ്ടാണ് സൃഷ്ടാവായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയായ നരകം തൻ്റെ ശിരസിൽ ഏറ്റെടുത്ത് കുരിശിൽ യാഗമായത്. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ആ ദൈവം ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ആ രക്ഷിതാവായ യേശുവിനെ അംഗീകരിക്കാൻ, വ്യക്തിപരമായി അംഗീകരിക്കാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് മാറ്റം ഉണ്ടാവും, നമുക്ക് സമാധാനം ഉണ്ടാവും. നമ്മൾ ഒരു ചവിട്ടത്തടിച്ചാൽ മറ്റത് കാണിച്ചു കൊടുക്കും. നമ്മൾ ശത്രുവിനെ ശപിക്കാതെ അനുഗ്രഹിക്കും. ഇതാണ് യേശു പഠിപ്പിച്ചത്. യേശുവിനെ അംഗീകരിക്കാത്ത കാലത്തോളവും ഇവിടെ യുദ്ധം വർദ്ധിക്കും, യുദ്ധകെടുതികൾ വർദ്ധിക്കും, അധർമ്മം പെരുകും. അത് യേശുവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളമാണ്. യേശുവിനല്ലാതെ ഈ ലോകത്തെ നന്നാക്കാൻ കഴിയുകയില്ല എന്നുള്ളത് ആളുകൾ സമ്മതിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വീണ്ടും വരവെടുത്തപ്പോൾ മനുഷ്യൻ യുദ്ധക്കുതിയനായി, രക്തക്കുതിയനായിട്ട് തീരുകയാണ്. ശരിയാണ്, ഏത് കാലത്തും പാപം പെരുകിയപ്പോഴാണ് ഒരു ന്യായവിധി ഉണ്ടായത്. അതുകൊണ്ട് യേശു വരാറായി. യേശുവിനെ അംഗീകരിക്കാത്ത, സത്യദൈവത്തെ അംഗീകരിക്കാത്ത ആളുകളെ ന്യായം വിധിക്കാറായി. അതുകൊണ്ട് കാലമെടുത്തു എന്ന് മനസ്സിലാക്കി മനസ്സാന്തരപ്പെട്ട് യേശുവിനെ ദൈവമായി സ്വീകരിച്ച് വ്യക്തിപരമായി രൂപാന്തരം നേടുവാൻ, അനുഗ്രഹം നേടുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.